അസ്സലാമു അലൈക്കും. അപ്പോൾ റസിയോ, അവളെ ഇഷ്ടല്ലേ? അവൾ നിൻ്റെ ഭാര്യയല്ലേ? റസിയ. അവൾ പേര് കേട്ടതും നിസാമിൻ്റെ കണ്ണുകളിൽ തുടിച്ചിരുന്ന പ്രണയം വറ്റിയതുപോലെ തോന്നി അവൾക്ക്. നിസാം അവളിലെ പിടിയയച്ചുകൊണ്ട് അല്പം പുറകേട്ട് നീങ്ങി നിന്നു. അവൻ്റെ മുഖഭാവം മാറി വരുന്നത് ഷെറിൻ അറിഞ്ഞു. നിസാം, ഞാൻ. അവൻ്റെ ഭാവമാറ്റം കണ്ട് ഷെറിൻ അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചു. താൻ റസിയയെക്കുറിച്ച് ചോദിച്ചത് അവന് ഇഷ്ടമായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഷെറിൻ, റസിയയെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. മനപ്പൊരുത്തമില്ലാത്ത രണ്ടുപേരെ ഒരുമിച്ച് എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഞാനും റസിയയും. പേരിന് മാത്രം അവളെൻ്റെ ഭാര്യയാണ്. അടുക്കളപ്പണിയിൽ ഉമ്മാനെ സഹായിക്കാൻ ശമ്പളമില്ലാതെ നിർത്തിയ ഒരു ജോലിക്കാരി. അതിലേറെ ഒരു സ്ഥാനവും എൻ്റെ മനസ്സിൽ റസിയയ്ക്കില്ല. ബാപ്പാൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിവാഹം ചെയ്തത്. നിനക്കറിയോ, മറ്റൊരാളെ മൊഴി ചൊല്ലി ഒഴിവാക്കിയ ആർക്കും വേണ്ടാത്ത വെറു ചണ്ടിയാണവൾ. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഉയർന്നു പോയി. അതുവരെ ആരോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ച കാര്യം നിസാം ഷെറിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞതും ഷെറിൻ ചെറുതായെന്ന് നെട്ടിയിരുന്നു. എല്ലാവരും കൂടി അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാ. റസിയ എന്ന എച്ചിലിനെ ചുമക്കുന്നതിന് കൂലിയായി ലക്ഷങ്ങളാണ് അവളുടെ ഉപ്പ തരാമെന്ന് പറഞ്ഞത്. അത് കേട്ട പാതി എൻ്റെ ബാപ്പ മൂക്കും കുത്തി വീണു. ഇപ്പോൾ തോന്നുന്നു അത് നന്നായെന്ന്. അവൾ ഉപ്പാൻ്റെ കയ്യിലെ നല്ല പൂത്ത കാശുണ്ട്. എൻ്റെ ലൈഫിന് സെറ്റാവുന്നത് വരെ അവളെ ഞാൻ ഭാര്യയെന്ന് പറഞ്ഞ് കൂടെ നിർത്തും. കൂടിപ്പോയാൽ 1 വർഷം. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി തുളുമ്പിയെത്തി. അത് കഴിഞ്ഞാലോ? ഷെറിൻ പകപ്പോടെ അവനെ നോക്കി. അതു കഴിഞ്ഞാൽ വെറും കറിവേപ്പില പോലെ ഞാൻ അവളെ വലിച്ചെറിയും. അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അവൻ ഇതൊക്കെ എത്ര നിസ്സാരമായാണ് പറയുന്നത്. അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഷെറിൻ അവനെ നോക്കി നിന്നു. അവൾ പോയില്ലെങ്കിൽ? ഷെറിൻ്റെ പിരുകം ഉയർന്നു. പോകും. അതിനുള്ള വഴിയൊക്കെ നിസാമിനറിയാം. അവളെ ഞാൻ ഒരു മുഴുഭ്രാന്തിയാക്കി മാറ്റും. നിസാം മീശയുടെ ഒരറ്റം പിരിച്ചു വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അവളെ ഒഴിവാക്കിയാൽ പിന്നെ എൻ്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കും. അവൻ്റെ മിഴികളിൽ വീണ്ടും കുസൃതി ഇടം പിടിച്ചു. ഷെറിൻ്റെ ഹൃദയത്തിൽ മഞ്ഞ് വീണതുപോലെ കുളിർത്തു. അതിനെ മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ നീ? അത് തമാശയോടെ ഷെറിൻ അവനോട് ചോദിച്ചു. ഉണ്ടല്ലോ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സുന്ദരി കുട്ടി തന്നെയാണ് എൻ്റെ മനസ്സിനിണങ്ങിയ പെണ്ണ്. അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് നിസാം പറഞ്ഞു. ഷെറിൻ ചിരിച്ചു. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തു. എല്ലാം സ്വയം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് തന്നെയും ഇഷ്ടാവണ്ടേ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇയാളോട് എനിക്ക് ഇഷ്ടമാണെന്ന്. അവനെ ഏറുകണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൾ അത് പറഞ്ഞു. അവൻ്റെ നോട്ടത്തിൽ അവൾ തല താഴ്ത്തിയിരുന്നു. അത് ഈ പറയണമെന്നില്ല മോളെ. നീ നിൻ്റെ ഹൃദയത്തിൽ മൂടി വെച്ചതെല്ലാം ഈ കണ്ണുകളിൽ നോക്കിയാലേ എനിക്ക് കാണാൻ സാധിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? സത്യം പറയേ. 1 വർഷം അതുവരെ നീ എനിക്കായി കാത്തിരിക്കണം. കാത്തിരിക്കില്ലേ ഷെറിൻ? അവൾ സമ്മതമെന്ന പോലെ തലനക്കി. നിസാം അവളുടെ കൈ ചേർത്ത് ചുമരിനോട് ചേർന്ന് നിന്നു. അവളുടെ ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം കുനിച്ചപ്പോൾ ഷെറിൻ മിഴികൾ അമർത്തിയടച്ചു. ആദ്യം അവളുടെ നെറുകയിൽ മൃദുവായി ചുംബിച്ചവൻ. നെറ്റി വഴി താഴേക്ക് അരിച്ചിറങ്ങിയ അവൻ്റെ ചുണ്ടുകൾ ചുവന്നു തുടുത്ത അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നു. ഷെറിൻ! റിൻഷയുടെ അലർച്ച കേട്ട് രണ്ടുപേരും ഒരുപോലെ നെട്ടിത്തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കി. റിൻഷയുടെ രൂക്ഷമായ നോട്ടം കണ്ടതും കുറ്റം ചെയ്തത് പിടിക്കപ്പെട്ടതുപോലെ ഷെറിൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു താഴ്ന്നു. അവരുടെ പ്രണയ നിമിഷത്തെ അലസോരപ്പെടുത്തിയ റിൻഷയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി നിസാമിന്. ഞാൻ ഇറങ്ങുന്നു ഷെറിൻ. ഷെറിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് നിസാം പുറത്തേക്ക് നടന്നു. റിൻഷയെ ഒന്ന് നോക്കിയ ശേഷം ഷെറിൻ അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. നിനക്ക് എന്തിൻ്റെ കേടാണ് ഷെറിൻ? വിവാഹം കഴിഞ്ഞ ഒരുത്തിനെ തന്നെ വേണോ നിനക്ക് പ്രണയിക്കാൻ? അവനെ കാത്തൊരു പെണ്ണ് അവൻ്റെ വീട്ടിലുണ്ടെന്ന് നിനക്ക് ഓർത്തൂടെ ഷെറിനെ? അവളെ സ്ഥാനത്ത് നീ ആയിരിക്കണം. സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതം അറിയുമ്പോൾ ആ പെണ്ണ് എത്ര വേദനിക്കുമെന്ന് നീ ഓർത്തിട്ടുണ്ടാവോ? അവളെ വിടാൻ ഭാവമില്ലെന്ന പോലെ റിൻഷ പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്നോട് ദേഷ്യപ്പെടണ്ട. അവളെ ഭർത്താവേ എന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവളെ കേടോണ്ട. അവളേക്കാൾ നല്ലത് ഞാനാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ അവൻ എന്നെ തേടുന്നത്. അതെൻ്റെ കുറ്റമല്ല. ഞാൻ എന്തായാലും അവനെ പ്രണയിക്കാൻ തന്നെ തീരുമാനിച്ചു. അതും പറഞ്ഞുകൊണ്ട് ഷെറിൻ ഡോർ അമർത്തി അടച്ചു കളഞ്ഞു.
ഉമ്മ, ഞാൻ ഷിബിക്കാക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോട്ടെ? അടുക്കളയിലെ സ്ലാബിൽ കയറിയിരുന്ന നിസാമിൻ്റെ ഉമ്മയോട് കൊഞ്ചലോടെ ചോദിച്ചു സിന്നൂറ. അശുമ അവളെ ചിരിയോടെ ഇടം കണ്ടിട്ട് നോക്കി. ആയിക്കോട്ടെ. ഷിബിലയും മോളും കഴിക്കാൻ വന്നിരുന്നതും സിന്നൂറ അവർക്കുള്ള ഭക്ഷണം വിളമ്പി. ഷിബില ആദ്യം കുഞ്ഞുരുളകളാക്കി മോളുട്ടിയുടെ വായിൽ വെച്ച് അവളെ കഴിപ്പിക്കാൻ തുടങ്ങി. ഉപ്പ നീട്ടുന്ന ഓരോ ഉരുളയും അനുസരണയുള്ള കുട്ടിയായി മോളൂട്ടി കഴിച്ചുകൊണ്ടിരുന്നു. സിന്നൂറ അവരെ നോക്കി ടേബിളിൽ ചാരി നിന്നു. മോളൂട്ടിക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തോട്ട് ഷിബിക്ക? അവൾ ചോദിച്ചു. വേണ്ട, ഞാൻ വീട്ടിലുള്ളപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഷിബിലി അത് പറഞ്ഞതും അവളുടെ മുഖം കുനിഞ്ഞു. ഇതൊരു നടക്ക് പോകൂലല്ലോ. എങ്ങനെ ഞാൻ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി പറ്റും പഠിച്ചോനെ? അവനെ നോക്കി നിൽക്കുമ്പോൾ സിന്നൂറ പിറുപിറുത്തു. ഹാളിലെ സോഫയിൽ നബീസമ്മയോടൊപ്പം ഇരിക്കുകയായിരുന്നു റസിയ. സീരിയൽ കണ്ട് മിഴി തുടുക്കുന്ന നബീസമ്മയെ അവൾ അതിശയത്തോടെ നോക്കി. ഇടയ്ക്ക് അവളുടെ മിഴികളും ടി വിയിലേക്ക് നീണ്ടു. പുറത്ത് നിസാമിൻ്റെ ബൈക്ക് വന്ന് നിർത്തിയതും റസിയ ചാടി എഴുന്നേറ്റു. അവളുടെ ഹൃദയത്തിൽ വീണ്ടും ഭയം വന്ന് മൂടുന്നതറിഞ്ഞു. റിൻഷിയോട് തോന്നിയ ദേഷ്യം വിട്ടുമാറാതെയാണ് നിസാം വീട്ടിലേക്ക് വന്നത്. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി. അവൻ്റെ തുറച്ചുനോട്ടം കണ്ടതും റസിയയുടെ ഉടലൊന്ന് വിറച്ചിരുന്നു. നിസാം പോയതും അവൾ നിസ്സഹായതയോടെ നബീസുമ്മയെ നോക്കി. അതേ നിമിഷം അവളെയും നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് നീലിക്കുന്ന ഭയം അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാലോ. അത് മനസ്സിലാക്കാൻ തൻ്റെ മകൻ്റെ നഖങ്ങൾ കൊണ്ട് പോറി നീലിച്ച് കിടക്കുന്ന അവളുടെ കവിളിലെ പാടുകൾ തന്നെ ധാരാളം. അതിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകൻ അവളെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന്. പേടിച്ച് വിരണ്ട് നിൽക്കുന്നവളെ കണ്ട് അവർക്ക് അലിവ് തോന്നി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്തൊരു പാവം പെൺകുട്ടി. അതിനോട് ഇനിയെങ്കിലും കരുണ കാണിക്കണമേ റബ്ബേ. നബീസുമ്മ മന്ത്രിച്ചിരുന്നു. എന്താണ് മടിച്ചു നിൽക്കുന്നത്? പോയി അവന് കഴിക്കാനുള്ളത് എടുത്തു കൊടുക്കുമോളെ. തട്ടത്തിൻ്റെ തുമ്പിൽ പിടിച്ചു നിൽക്കുന്നവളെ നോക്കി കനിവോടെ പറഞ്ഞു നബീസുമ്മ. അതുമ്മ, എനിക്ക് പകരം ഉമ്മ പോയി നിസാംക്കയെ വിളിക്കോ? ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെച്ചോളാം. പതിഞ്ഞു പോയ അവളുടെ ശബ്ദം കേൾക്കെ നബീസുമ്മയുടെ മുഖം മാറി. അവിടെ ഗൗരവ സ്ഥാനം പിടിച്ചത് കണ്ട് റസിയൊന്ന് പരുങ്ങി. താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്നറിയാതെ. അതപ്പോൾ നന്നായത്. ഈയല്ലേ ഓൻ്റെ പെണ്ണ്? ഇനി ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഈയല്ലേ? എന്നാലേ ഓൻ്റെ മനസ്സിലേ ഒരിടം നേടാൻ എനിക്ക് കഴിയൂ. എന്നും ഇങ്ങനെ അകന്നു നിന്നാൽ മതിയോ? ഒരു മൂലയിലേക്ക് നീങ്ങി പതുങ്ങുന്നവളെ നോക്കി പരുഷമായി പറഞ്ഞു നബീസുമ്മ. റസിയയുടെ മുഖം താഴ്ന്നു. എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ. അതും പറഞ്ഞ് നബീസുമ്മ എഴുന്നേറ്റു. നബീസുമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ട് റസിയ റൂമിലേക്ക് നടന്നു. അത്രമേൽ പതിഞ്ഞ കാൽവെപ്പോടെ ചാരി വെച്ച ഡോറ് തുറന്നവൾ റൂമിനകത്തേക്ക് കയറി. നിസാമിനെ അവിടെയൊന്നും കാണാതെ ചുറ്റിലും നോക്കിയവൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും ചെറിയൊരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുത്ത് വിട്ടിരുന്നു. നിസാമിൻ്റെ വാച്ചും ഫോണും പേഴ്സുമെല്ലാം ടേബിളിന് മുകളിൽ ഇരിക്കുന്നത് റസിയെ കണ്ടു. അവൻ കുളിക്കുകയാണെന്ന് തോന്നി. ഷെൽഫ് തുറന്ന് അവന് മാറിയിടാനുള്ള ഷോർട്ട്സും ടീഷർട്ടും എടുത്ത് വെക്കുമ്പോഴാണ് ടേബിളിന് മേലിരുന്ന് അവൻ്റെ ഫോൺ നിർത്താതെ ചിലിക്കുന്നത്. റസിയ ഫോണിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് നോക്കി. ഷിബിലി കോളിംഗ്. റസിയയുടെ മനസ്സിലേക്ക് തന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞ ഷിബിലിയുടെ മുഖം തെളിഞ്ഞു വന്നു. എന്തോ ഒരു കുഞ്ഞു വേദന ഹൃദയത്തിൽ പടരുന്നതറിഞ്ഞതും ഒരു റിങ് കട്ടാവുന്നതുവരെ അവൾ ആ ഫോണിലേക്ക് വെറുതെ നോക്കി നിന്നു. താൻ ആ ഫോണിൽ തൊടുന്നത് പോലും നിസാമിന് ഇഷ്ടമാവില്ലെന്ന് അവൾക്കറിയാം. ഇനി ഫോൺ എടുക്കാത്തതിന് തന്നെ വഴക്ക് പറയോ? വീണ്ടും ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയതും റസിയുടെ കൈ അറിയാതെ ഫോണിനകത്തേക്ക് നീങ്ങി. അവൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ. കുപ്പിവെള്ള കിലുക്കം പോലെയുള്ള റസിയുടെ ശബ്ദം കേട്ടതും ഷിബിലിയുടെ കാതിൽ ഒരു തരിപ്പ് പൊതിഞ്ഞു. അവൻ പകപ്പോടെ ഒന്ന് ഫോണിലേക്ക് നോക്കി. അതെ, നിസാമിനെ തന്നെയാണ് വിളിച്ചത്. ഫോണെടുത്തത് റസിയാവുമെന്ന് അവൻ ഊഹിച്ചു. തൻ്റെ ദച്ചുവിൻ്റെ അതേ സ്വരം. അപ്പുറത്ത് തന്നോട് സംസാരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നെങ്കിൽ. ഷിബിലിയുടെ നെഞ്ചൊന്ന് ആഗ്രഹിച്ചു. ഹലോ ഷിബിക്ക, നിസാംക്ക കുളിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും മുമ്പേ റസിയ കാര്യം പറഞ്ഞിരുന്നു. ഇത് എൻ്റെ ദച്ചുവല്ല, നിസാമിൻ്റെ ഭാര്യയാണ്. അവൻ മറ്റെന്തൊക്കെയോ മോഹിപ്പിച്ചു പോകുന്ന മനസ്സിനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അവളോട് തിരിച്ചെന്തെങ്കിലും പറയാൻ കഴിയാതെ നാവ് വിലങ്ങിയതുപോലെ അവൻ നിന്നു. തൊണ്ടയിൽ ഒരിറ്റ നീരില്ലാതെ വറ്റി ഉണങ്ങിയതുപോലെ. മോളൂട്ടി ഉറങ്ങിയോ? അവൻ ഫോൺ വയ്ക്കാൻ ഒരുങ്ങുമ്പോഴാണ് റസിയയുടെ ചോദ്യം.
അതിന് മറുപടി എന്നോണം അലസമായി ഒന്ന് മൂളിയവൻ. ഇനിയും അവൾ എന്തെങ്കിലും ചോദിക്കും മുന്നേ സംസാരം അവസാനിപ്പിക്കാൻ ധൃതി തോന്നി അവന്. ബാത്റൂമിൽ നിന്ന് തല തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന നിസാം കാണുന്ന കാഴ്ച റസിയ തൻ്റെ ഫോണിൽ ആരോടോ സംസാരിക്കുന്നതാണ്. അത് മതിയായിരുന്നു അവൻ്റെ കോപം തിളച്ചു മറിയാൻ. റസിയ, ഡി എരണം കെട്ടവളെ! കയ്യിലെ തോർത്ത് തറയിലേക്ക് എറിഞ്ഞുകൊണ്ട് നിസാം അവൾക്ക് നേരെ ചീറിയെടുത്തു. അവൻ്റെ അലർച്ചയിൽ തിരിഞ്ഞു നോക്കിയവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കിടുകിട വിറച്ചു. തന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ അടുത്തേക്ക് വരുന്നവനെ കണ്ടതും അവൾ കാൽ പിന്നോട്ട് വെച്ചു. ആരാടേ എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ ഫോൺ എടുത്തത്? ചോദ്യത്തോടൊപ്പം നിസാമിൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അടി വീണത് റസിയുടെ കവിളിലാണെങ്കിലും അപ്പുറത്തെ എല്ലാം കേട്ടു നിന്ന ഷിബിലി മിഴികൾ ഇറുകെ അടിച്ചു. അവൻ്റെ മനസ്സിലപ്പോൾ നിസാം ഉപദ്രവിക്കുമ്പോൾ വേദനയോടെ തന്നെ നോക്കിയ ഒരു പെണ്ണിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. എന്തിനാ അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. എനിക്ക് വരുന്ന കോളൊക്കെ എടുത്ത് സംസാരിക്കാൻ മാത്രം ആയോടെ അസത്യ നീ വലിയ ഭാര്യ ചമയം വന്നാലുണ്ടല്ലോ അതിനെ കൊന്ന് കിണറ്റി താഴ്ത്തും പറഞ്ഞേക്കാം. അവളുടെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ചു കൊണ്ടവൻ പറഞ്ഞു. റസിയക്കൊന്ന് ഉറക്കെ നിലവിളിക്കണമെന്നുണ്ട്. നിസാമിനെ മുന്നിൽ നിന്ന് കരയാൻ പോലും ഭയന്നു പോയിരുന്ന ആ പെണ്ണ് ഞാൻ ഷിബിക്ക വിളിച്ചപ്പോൾ ഇടറി വിറച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചവൾ. ഹോ, നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലാകുന്നുണ്ടടി. ആണിൻ്റെ മണം അടിച്ചാൽ മതിയല്ലോ നിനക്ക്. ഉടനെ കൊഞ്ചിക്കൊഴിയാൻ നിന്നോളൂ. നിന്റെ കഴപ്പ് ഞാൻ തീർത്തു തരുന്നുണ്ട്. നിസാമിൻ്റെ വായിൽ നിന്നും ഊർന്നു വീഴുന്ന മൂർച്ചയുള്ള വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഹൃദയം പൊട്ടി ചോര കിനിയുന്നത് പോലെ നോവുന്നു. കണ്ണുനീര് വന്ന് നിറഞ്ഞ് അവൾക്ക് നിസാമിൻ്റെ രൂപം പോലും മങ്ങി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പറയുമ്പോൾ കരച്ചിലുകൾ പുറത്തേക്ക് തെറിച്ചു ചാടിയിരുന്നു. ഈ ഒന്നും പറയണ്ട. പറയാതെ തന്നെ എൻ്റെ ഉദ്ദേശം എനിക്ക് അറിയാം. ഒരുത്തനെ മടുക്കുമ്പോൾ മറ്റൊരുത്തൻ, അതല്ലേ നിൻ്റെ സ്വഭാവം? ഒരു മരപ്പാവയെപ്പോലെ അവനെ നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നിസാം കാർക്കിച്ചു തുപ്പി. റസിയെ ഒന്നായി ഉലച്ചു കളയുന്ന വിധത്തിലുള്ള വെറുപ്പ് അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ കണ്ണിൽ നിറഞ്ഞിരുന്ന കണ്ണുനീർ തുള്ളി കവിളിലേക്ക് ഊർന്നു ചാടി. അവളെ പാടെ അവഗണിച്ചുകൊണ്ട് ലൈറ്റ് ഓഫാക്കി നിസാം ബെഡിലേക്ക് കിടന്നു. ഫോണെടുത്ത് ഷെറിൻ അയച്ച മെസ്സേജ് തുറന്നതും അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി തുളുമ്പിയിരുന്നു. കുറച്ചു സമയം കൂടി റസിയ അതേ നിൽപ്പ് നിന്നു. പതിയെ ചുവരിലൂടെ ഊർന്ന് നിലത്തേക്കിരിങ്ങി. ഇരുട്ടിൽ ശബ്ദമില്ലാതെ വിങ്ങിക്കരഞ്ഞു പെണ്ണ്. എന്തൊരു വേദനയാണ്! ചങ്ക് പൊടിഞ്ഞു പോകുന്ന വേദന. അപ്പുറത്തെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഫോൺ വെച്ചതും അസ്വസ്ഥമായ മനസ്സോടെ ഷിബിലി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തുകൊണ്ടാവും നിസാം അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവന് റസിയയെ സ്നേഹിച്ചുകൂടെ? ഒരു മഞ്ഞുതുള്ളി പോലെയുള്ള ഒരു പെണ്ണ് അവളുടെ ഓരോ പ്രവൃത്തിയിലും നിഷ്കളങ്കത വിളിച്ചോതുന്നു. എന്നിട്ടും എന്തിനാണ് ഈ നിസാം അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഉത്തരം കിട്ടാതെ അവൻ്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. നാളെ നിസാമിനെ കണ്ട് നേരിൽ സംസാരിക്കണം. അവളെ ഇനി വേദനിപ്പിക്കരുതെന്ന് പറയണം. മോളുട്ടിയുടെ അരികിൽ വന്ന് കിടക്കുമ്പോൾ അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അന്നും നിലത്തെ ചുരുണ്ടുകൂടി കിടന്നാണ് അവൾ ഉറങ്ങിയത്. എന്നും ഉണരുന്നത് പോലെ സുബഹി ബാങ്ക് വിളിച്ചതും റസിയ ഉണർന്നു. കരഞ്ഞു നീരിവെച്ച കൺപോളകൾ വലിച്ചു തുറന്നവൾ ബെഡിൽ ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കി. എന്തൊക്കെയാണ് നിസാംക്ക് ഇന്നലെ വിളിച്ചു പറഞ്ഞത്? ആണിൻ്റെ മണമടിച്ചാൽ കൂടെ പോകുന്നവളാണെന്ന് താനെന്ന് പറഞ്ഞില്ലേ? തേവിടിശിയെന്ന് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചില്ലേ? ഇതൊക്കെയാണോ ഒരു ഭർത്താവ് ഭാര്യയോട് പറയേണ്ടത്? ഓർക്കും തോറും അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു നിന്നു. റസിയ ഒന്ന് കൺചിമ്മി തുറന്നതും കണ്ണുനീർ ചിതറിച്ചെറിച്ചു. കുളിയും നിസ്കാരവും കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് വന്നു. നബീസുമ്മയെ സഹായിച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ നിന്നു. നബീസുമ്മ സംസാരിക്കാൻ ഒരു കൂട്ടുകിട്ടിയ സന്തോഷത്തിൽ പഴയ കഥകളെല്ലാം മരുമകളോട് വാതോരാതെ പറയുന്നുണ്ട്. റസിയയും പുഞ്ചിരിയോടെ ആ ഉമ്മയെ കേട്ട് നിന്നു. അവൾക്കും ആ വീട്ടിൽ ആകെയുള്ള ആശ്വാസം ആ ഉമ്മയാണല്ലോ. ഇന്നലെ രാത്രി നിസാം തന്നെ വഴക്ക് പറഞ്ഞ കാര്യമൊന്നും അവൾ മനഃപൂർവ്വം ഉമ്മയോട് പറഞ്ഞില്ല. അറിയുമ്പോൾ മകൻ്റെ സ്വഭാവം ഓർത്ത് അവരും വിഷമിക്കില്ലേ എന്നോർത്തു. അവരുടെ ചിരിയും സംസാരവും കേട്ടുകൊണ്ടാണ് ഷെഹർബാൻ അങ്ങോട്ട് വന്നത്. റസിയയോട് അവൾക്ക് അടങ്ങാത്ത അസൂയ തോന്നിപ്പോയിരുന്നു ആ നിമിഷം. പതിവിന് വിപരീതമായ ഷെഹർബാൻ അടുക്കളയിലേക്ക് വന്നത് കണ്ട് അതിശയം തോന്നിയെങ്കിലും നബീസുമ്മ അവളെ നോക്കി ചിരിച്ചു. മക്കളിന്ന് വീട്ടിൽ പോകുന്നില്ലേ? നബീസുമ്മ ബാനുവിനോട് സ്നേഹത്തോടെ തിരുക്കി. ഇന്നലെ രാത്രി ബാനുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഇഷാം നബീസുമ്മയോട് പറഞ്ഞതാണ്. പോകണം, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വരൂ, ബാനു ചിരിയോടെ പറഞ്ഞു. അവളുടെ മുഖത്തെ ഉത്സാഹം കണ്ട് റസിയയും അവളെ നോക്കി ചിരിച്ചു. റസിയ, എനിക്ക് കോഫി കിട്ടിയില്ല, ബാനു സൗഹൃദഭാവത്തിൽ പറഞ്ഞു.
അത് കേട്ടതും നബീസുമ്മയ്ക്ക് ദേഷ്യം വന്നു. ഒരു ചായ എടുത്ത് കുടിച്ചാൽ നിന്റെ വള ഊരിപ്പോകുമോ എന്ന് ചോദിക്കാൻ നാവിൻ തുമ്പിലേക്ക് വന്നെങ്കിലും അവർ മിണ്ടിയില്ല. ആ, ഞാൻ ഇപ്പോൾ തരാട്ടോ. റസിയ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് ബാനുവിന് കൊടുക്കുന്നത് നബീസുമ്മ ദേഷ്യത്തോടെ നോക്കി നിന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് അവിടെ വെച്ച് ബാനു പോകാനൊരുങ്ങി. ബാനു, അവിടെ നിൽക്കേ, ഈ തേങ്ങ ഒന്ന് ചിരകി തന്നെ മോളെ. നീരസം മറച്ചു വെച്ച് മുഖത്ത് സ്വാഭാവികത വരുത്തി നബീസുമ്മ തേങ്ങാമുറി എടുത്ത് അവളുടെ നേരെ നീട്ടി. ബാനുവിൻ്റെ മുഖത്ത് അമ്പരപ്പോ അതിലുപരി ദേഷ്യമോ കലർന്നൊരു ഭാവം തെളിഞ്ഞു. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, അവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. ആരും ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ മോളെ, ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വരുന്നത്. പിന്നെ എല്ലാം ചെയ്ത് പഠിക്കുന്നതല്ലേ. നബീസുമ്മ തന്നെ പരിഹസിക്കുന്നത് പോലെയാണ് ബാനുവിന് തോന്നിയത്. അവളുടെ മുഖം ചുവന്നു. സാരല്ലമ്മ, അവൾക്ക് അറിയാഞ്ഞിട്ടല്ലേ, ഞാൻ ചെയ്തോളാം. ദയനീയമായി ബാനുവിനെ നോക്കിക്കൊണ്ട് റസിയ പറഞ്ഞു. നബീസുമ്മ അവളുടെ നേരെ കൂത്തൊരു നോട്ടം നോക്കിയതും റസിയയുടെ മുഖം താണു. റസിയ, നിനക്ക് വേറെ പണിയില്ലേ? നീ നിന്നോട് ഏൽപ്പിച്ച പണി ചെയ്യാൻ നോക്ക്, നബീസുമ്മ ഉറക്കെ പറഞ്ഞു. റസിയ പറഞ്ഞത് കേട്ടില്ലേ? അവൾ ചെയ്തോളും. ആര് ചെയ്താലെന്താ? നിങ്ങൾക്ക് തേങ്ങ ചിരവി കിട്ടിയാൽ പോരെ. ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ബാനു കോപത്തോടെ ഉറഞ്ഞു തള്ളി. ബാനു, ഇതിപ്പോൾ നിൻ്റെയും കൂടി വീടാണ്. ഈ അടുക്കളയിലെ സഹായിച്ചെന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കൂല. നീ കൽപ്പിക്കുമ്പോൾ നിനക്ക് വെക്കാനും വിളമ്പാനും നിന്റെ ഭർത്താവ് ഇവിടെ ജോലിക്ക് ആരെയും വെച്ചിട്ടില്ല. അന്ന് ആദ്യമായി നബീസുമ്മ ബാനുവിനോട് ദേഷ്യപ്പെട്ടു. രണ്ടുപേരെയും നോക്കി നിന്ന റസിയ ആകെ പരിഭ്രാന്തിയായി. അവൾ ഇരുവരെയും മാറി മാറി നോക്കി. ഹോ, ഇളയ മരുമകളോടുള്ള സ്നേഹം കാണിക്കുന്നതാവും. അവൾ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തു തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. ബാനു നബീസുമ്മയുടെ നേരെ ശബ്ദം ഉയർത്തി. ബാനു! റസിയ അവളെ വിളിച്ചുകൊണ്ട് അരുതെന്ന് തല ചലിപ്പിച്ചു. നീ മിണ്ടരുത്, നീ കാരണമാണ് എല്ലാം ഉണ്ടായത്. ബാനു റസിയയുടെ നേരെ ചീറിയടുത്തു. റസിയ അവളെ പകപ്പോടെ നോക്കി. വന്ന് കയറിയപ്പോഴേക്കും എല്ലാവരെയും ഓവറായിട്ട് നിഷ്കളങ്കത കാണിച്ച് മയക്കി വെച്ചേക്കില്ലേ നീ? എല്ലാവർക്കും റസിയ റസിയ. എന്തിന്? എൻ്റെ ഭർത്താവിന് പോലും നിന്നെ മതി. നീ എന്ത് കൈവശാണ് അവർക്കെല്ലാം കൊടുത്തത്? ബാനുവിൻ്റെ ചോദ്യം കേൾക്കെ ഇടിവെട്ടേറ്റതുപോലെ ധരിച്ചു നിന്നു റസിയ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് റസിയ. നിന്നെ പുകയത്തുന്നവരൊക്കെ നിന്നെ തള്ളിപ്പറയുന്നൊരു ദിവസം വരാനുണ്ട്, നീ ഓർത്തു വെച്ചോ. ബാനു റസിയയുടെ നേർക്ക് വിരൽ ചൂണ്ടി വിറപ്പിച്ചു. എന്തൊക്കെയാണ് അവളുടെ വായിൽ നിന്ന് ഊർന്നു വീഴുന്നത്? റസിയക്ക് ഒരു നിമിഷത്തേക്ക് കാതുകൾ കൊട്ടിയടിച്ചതുപോലെ തോന്നി. തളർച്ചയോടെ അവൾ റാക്കിൻ്റെ അവിടേക്ക് ചാരി നിന്നു. ബാനു അവിടെ നിന്ന് പോയിട്ടും റസിയ അതേ നിൽപ്പ് നിന്നു. റസിയ നബീസുമ്മയെ നോക്കി. ആ മുഖത്ത് കടുപ്പം കണ്ടതും റസിയയുടെ മുഖം കൂടുതൽ വിങ്ങി. നീ ഇവിടുത്തെ ആരാണെന്നാ നിന്റെ വിചാരം? ബാനുവിനോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ മാത്രം ഈ എവിടുത്തെ ആരാണെന്ന്? നബീസുമ്മയുടെ ശബ്ദം ഉയർന്നതും അവളുടെ മുഖം സങ്കടം കൊണ്ട് വിതുമ്പി. ഉമ്മ, ഞാൻ. കരച്ചിലിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നവളെ കാണെ നബീസുമ്മയുടെ ഹൃദയം തണുത്തു. മോളെ! അവളുടെ താടിയിൽ പിടിച്ചുയർത്തി നബീസുമ്മ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഈ ഇത്ര പാവൊന്നും ആകാൻ പാടില്ല കേട്ടോ. നീയും ബാനും എനിക്ക് ഒരുപോലെയാണ്. എൻ്റെ രണ്ട് മരുമക്കളെ നിങ്ങളെ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും ഒരുമിച്ചാണ്. ഈ വീട്ടിലെ അടുക്കളയിൽ കയറി ഒരു ചായ എടുത്ത് കുടിക്കാൻ പോലും ബാനു വയ്യെന്ന് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾക്ക് വിളമ്പാനും അവൾ കഴിച്ച് പാത്രം കഴുകാനും. ഈ അവളെ ജോലിക്കാരിയൊന്നല്ലല്ലോ, ആണോ? ഇനി ഞാനറിയാതെ അവൾ എനിക്ക് ശമ്പളം വല്ലതും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നബീസുമ്മ അവളെ തറപ്പിച്ചു നോക്കി. റസിയ ഇല്ലെന്ന് മുഖം ചലിപ്പിച്ചു. അവളുടെ കാര്യങ്ങളും അവൾ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത്. നീ ഒരു പാവാണ്, നിന്നെ എനിക്ക് മനസ്സിലാവും. മറ്റാരേക്കാളും ഈ ഉമ്മാക്ക് നിന്നെ മനസ്സിലാവും. ഒരുപാട് സഹിക്കുന്നുണ്ട് എൻ്റെ മോള്. പക്ഷേ നിൻ്റെ ഈ നിഷ്കളങ്കത മറ്റുള്ളവരെ മുതലെടുക്കരുത്. ബാനു പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. നബീസുമ്മ അവളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഉമ്മ വഴക്ക് പറഞ്ഞതിന് എൻ്റെ മോൾക്ക് സങ്കടമായോ? അവർ ചോദിച്ചതും റസിയ ഇല്ലെന്ന് പറഞ്ഞു. ഈ ഉമ്മയും എൻ്റെ ഉമ്മ തന്നെയല്ലേ? ഉമ്മമാർ മക്കളെ വഴക്ക് പറയുന്നത് സ്നേഹം കൊണ്ടല്ലേ? റസിയ കണ്ണുനീരിലും പുഞ്ചിരിച്ചു. ബാനു ചവിട്ടിത്തുള്ളി അകത്തേക്ക് വന്ന് ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ ഡോർ അമർത്തി അടച്ചെന്നും ഇഷാം തലയിൽ നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി പകപ്പോടെ അവളെ നോക്കി. എന്ത് പറ്റി എൻ്റെ ബീവിക്ക്? ആശങ്കയോടെ ചോദിക്കുന്നവനെ രൂക്ഷമായി ഒന്ന് നോക്കി അവൾ. അവൻ ഒന്നുകൂടെ നീങ്ങി അവളുടെ വീർത്ത് കെട്ടിയ കവിളിൽ തലയിടാൻ കൈ ഉയർത്തിയതും ഇഷാമിൻ്റെ കൈ വാശിയോടെ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൾ പിണക്കം മറിയിച്ചു. ഇഷാമിൻ്റെ നെറ്റി തുളിഞ്ഞു. എന്നെ ഇങ്ങനെ നോക്കണ്ട,
കാര്യം എന്താണെന്ന് അറിയണമെങ്കിലേ നിങ്ങൾ ഉമ്മാനോട് പോയി ചോദിച്ചു നോക്ക്. അവർക്ക് എന്നെ കണ്ണിന് പിടിക്കുന്നില്ല. ചെറിയ മരുകളോടാണ് കൂടുതൽ സ്നേഹവും താല്പര്യവും. അതുകൊണ്ടാണല്ലോ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എന്നെ എവിടുന്നും ഓടിച്ചു വിട്ടത്. ഭാനുവിൻ്റെ ശബ്ദത്തിൽ ഇടർച്ച കലർന്നിരുന്നു. നിന്നെ എൻ്റെ ഉമ്മ ഓടിച്ചു വിട്ടെന്നോ? എല്ലാം നിന്റെ തോന്നലാവും ഭാനു. ഉമ്മാക്ക് ഞാനും നിസാമും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും റസിയും. നിങ്ങളോട് എൻ്റെ ഉമ്മ ഒരിക്കലും വേർതിരിവ് കാണിക്കില്ല. ഇഷാം നിഷേധിച്ചു. ഹോ, അപ്പോഴും കുറ്റം എനിക്ക്. നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റി. അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ. നിങ്ങൾക്കും സ്നേഹം അവളോടാണല്ലോ. ഭാനു വാശിയോടെ കണ്ണു തുടച്ചു. പിന്നെ ഇഷാമിനെ ഒന്ന് നോക്കി. ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഉമ്മയും റസിയും എന്തോ സംസാരിച്ച് നിൽക്കായിരുന്നു. ഞാൻ അവർക്കിടയിലേക്ക് ചെന്നതും അവരുടെ സംസാരം മുറിഞ്ഞു. എന്നെപ്പറ്റി പറയുന്നതാവും അതാവും നിർത്തിക്കളഞ്ഞത്. ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുമ്മ പറയാ തന്നെത്താനെ ഉണ്ടാക്കി കുടിച്ചോളാൻ, അല്ലെങ്കിൽ നിനക്ക് വെച്ച് വിളമ്പാൻ നിൻ്റെ കെട്ടിയവനോട് ഒരു വേലക്കാരിയെ വെച്ച് തരാൻ. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഉമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഭാനു നിറഞ്ഞ വന്ന കള്ളക്കണ്ണീര് അമർത്തി തുടക്കുന്നത് നോക്കി അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഹാഷിം നിന്നുപോയി. കണ്ണു തുടച്ചുകൊണ്ട് അവൾ ഇഷാമിൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ഇഷാംക്ക. നിങ്ങൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി മുതൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ? ഇഷാമിൻ്റെ നെഞ്ചിനോട് ഒട്ടി നിന്നവൾ പറഞ്ഞു. ഹോ, അപ്പോൾ വണ്ടി അങ്ങോട്ടാണല്ലേ? അതൊരിക്കലും നടക്കൂല മോളെ. ഇഷാം ഭാനുവിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നത് പോലെ മനസ്സിൽ മന്ത്രിച്ചു. അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതിനെ പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ തൽക്കാലം ഇക്കാൻ്റെ കുട്ടി പോയി കുളിച്ചൊരുങ്ങാൻ നോക്ക്. അവളെ ചേർത്ത് പിടിച്ച് ഇഷാം പറഞ്ഞതും ഭാനുവിൻ്റെ മുഖത്ത് നീരസം തെളിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ അകന്നു മാറി. എന്തൊക്കെയോ പിറുപിറുത്ത് പോകുന്ന പെണ്ണിനെ നോക്കി ഇഷാം തല കുളിച്ചു. ഓഫീസിലേക്ക് എത്തിയതും നിസാമിൻ്റെ കണ്ണുകൾ ആദ്യം തേടിയത് ഷെറിനെയാണ്. അവളെ അവിടെയൊന്നും കണ്ടില്ല. ഷെറിൻ വന്നില്ലേ? അവൻ അടുത്തിരിക്കുന്ന മെഹ്റിനോട് തിരക്കി. ഷെറി ഇന്ന് ലീവാണല്ലോ. മെഹ്റിൻ പറഞ്ഞതും അവൻ ഫോണെടുത്ത് ഷെറിനെ വിളിച്ചു. എനിക്ക് വയ്യടാ, സുഖല്ല, അതാണ് ലീവ് എടുത്തത്. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഷെറിൻ ആവശ്യതയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട് വരുവാ. നീയില്ലാതെ ഇവിടെ ഒരു രസവും. അവളെന്തോ പറയാൻ വന്നതും അവളെ കേൾക്കാതെ നിസാം കോൾ കട്ട് ചെയ്തിരുന്നു. സമയം കൂടുതലൊന്നും കഴിഞ്ഞില്ല. അപ്പോഴേക്കും നിസാം അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. താഴെ ബൈക്ക് നിർത്തി തൻ്റെ റൂമിലേക്ക് കയറി വരുന്ന നിസാമിനെ ഷെറിൻ തുറന്നിട്ട ജനാലയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകളിൽ മനോഹരമായ ചിരി മുട്ടിട്ടു. കൈവിട്ടു പോയി എന്ന് കരുതിയ തൻ്റെ പ്രണയമാണ് തനിക്ക് വീണ്ടും അവനെ തിരികെ കിട്ടിയിരിക്കുന്നു. അവനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഹൃദയമൊന്ന് കുളിർത്തിരുന്നു. നിസാം ബെല്ലടിച്ചതും ഷെറിൻ ഡോർ തുറന്നു. നീ എന്തിനാ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്? സന്തോഷം മറച്ചു വെച്ച് ഗൗരവത്തോടെ ചോദിച്ചു ഷെറിൻ. നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല ഷെറിൻ. എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കാൻ തോന്നുവാണ്. അത് പറയുന്നതിനോടൊപ്പം പിൻകാലുകൊണ്ട് വാതിൽ അടച്ചവൻ ഷെറിനെ പുണർന്നിരുന്നു. ഷെറിൻ്റെ അതിരങ്ങൾ സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ ഇത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ലേ അവൾ വീണ്ടും ചോദിച്ചത്? ഓഹ്, ഇപ്പോൾ ഇതൊക്കെ പറയും. എന്നിട്ട് രാത്രിയായാലും പൊണ്ടാട്ടിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയും ചെയ്യും. അവൻ്റെ സ്നേഹത്തെ അളക്കാൻ അവൾ വീണ്ടും ചോദിച്ചു. നിസാം പെട്ടെന്ന് തന്നെ ഷെറിൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചു. തമാശക്ക് പോലും ആ നാശത്തെക്കുറിച്ച് എന്നോട് പറയരുത് കേട്ടോ. അവളെക്കുറിച്ച് പറയുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. റസിയെക്കുറിച്ച് പറയുമ്പോൾ നിസാമിൻ്റെ കണ്ണുകളിൽ അഗ്നി തിളക്കുന്നത് ഷെറിനെ കാണാമായിരുന്നു. അവൾ അവനെ മിഴിച്ചു നോക്കി. സോറി നിസാം, ഇനി ഞാൻ പറയില്ല. നിസാമിൻ്റെ മുഖത്ത് അപ്പോഴും റസിയോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. സോറി. ഒരിക്കൽ കൂടി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അവനിലേക്ക് ഒന്നുകൂടെ അടുത്തു വന്നു. ഷെറിൻ അവനെ തള്ളി മാറ്റി. വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ടല്ലോ. ഒരാഴ്ച കഴിയട്ടെ, നമുക്കൊരു യാത്ര പോകണം, ഞാനും നീയും മാത്രം. എന്നിട്ട് നമുക്ക് മറ്റെല്ലാം മറന്ന് സ്നേഹിക്കണം, ഷെറിൻ പറഞ്ഞു. അത് സമ്മതിച്ചതുപോലെ നിസാം തല അനക്കി. അതിനുള്ള കാശുണ്ടോ മോൻ്റെ കയ്യിൽ? ഷെറിൻ ചോദിച്ചു. അതിനല്ലേ റസിയ, എന്തെങ്കിലും കാരണം പറഞ്ഞ് അവളെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം. കിട്ടിയില്ലെങ്കിൽ അവളെ സ്വർണ്ണം ഉണ്ടല്ലോ, ആ പണച്ചാക്ക് കയ്യിലിരിക്കുമ്പോൾ എനിക്കെന്തിനാ ടെൻഷൻ? നിസാം ഗൂഢമായി ചിരിച്ചു. സാബിറ അടുക്കളയിൽ എന്തോ തിരക്കിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മോളൂട്ടിയെ നോക്കാൻ സിന്നൂറയെ ഏൽപ്പിച്ചത്. സിന്നൂറ മോളൂട്ടിയെ സൈക്കിളിൽ കയറ്റി ഇരുത്തി മുറ്റത്ത് കൂടെ സൈക്കിൾ ഉരുട്ടി നടന്നു. മോളൂട്ടിക്ക് ആ കളി ഇഷ്ടമായി. അവൾ സൈക്കിളിൽ ഇരുന്ന് പൊട്ടിച്ചിരുത്തി. ഔ എൻ്റെ മോളെ,
നിൻ്റെ കൈ കഴിച്ചു തുടങ്ങി. നിൻ്റെ ഉപ്പയുടെ ഹൃദയവാതിൽ തുറക്കാൻ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം? നിൻ്റെ ഉപ്പാൻ്റെ മനസ്സ് മാറും വരെ മാത്രം ഞാൻ നിന്നെയും കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇരുതൊന്നും കിട്ടില്ല കേട്ടോ. അവൾ മോളൂട്ടിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഇനിയും ഇരുട്ട് സിന്നുമാമി, മോളൂട്ടി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതേസമയം തന്നെയാണ് സിന്നൂറയുടെ ഫോൺ ശബ്ദിച്ചതും. പെട്ടെന്ന് അവൾ സൈക്കിളിലെ പിടിവിട്ട് ഫോൺ ചെവിയോട് ചേർത്തു. കൂട്ടുകാരി ലിയയാണ് വിളിക്കുന്നത്. സംസാരത്തിൽ മുഴുകിയ സിന്നൂറ മോളൂട്ടിയെ മറന്നു. സിന്നുവിനെ കാത്തു മുഷിഞ്ഞ മോളൂട്ടി പതിയെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്കിടെ സിന്നുവിനെ തിരിഞ്ഞു നോക്കി. പതിയെ തുറന്നിട്ട ഗേറ്റിനടുത്തേക്ക് ചൂട് വെച്ചു മോളൂട്ടി. മതിലിനപ്പുറത്തെ വീട്ടിലേക്ക് മോളൂട്ടിയുടെ മിഴികൾ എത്തിയതും അഴയിൽ അലക്കിയ തുണികൾ വിരിച്ചിടുന്ന റസിയെ അവൾ കണ്ടു. ചിരിയോടെ അവൾ റോഡിലേക്ക് ഇറങ്ങി. റസിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. റോഡിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് റസിയ അങ്ങോട്ട് നോക്കിയത്. പെട്ടെന്ന് തന്നെ ഒരു നെഞ്ചിലൂടെ ഒരു ആടൽ പടർന്നു. മോളൂട്ടി! ഒരു നിലവിളിയുടെ പാദങ്ങൾ അവിടേക്ക് ചലിച്ചു. റസിയ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഓടി. റോഡിന് നടുവിൽ വീണു കിടക്കുകയാണ് മോളൂട്ടി. അവളുടെ അരികിൽ നിർത്തിയ ബൈക്കിലേക്ക് നോക്കിയതും റസിയയുടെ നെഞ്ചു കാളി. മോളൂട്ടി! മോളെ! വിളിക്കുന്നതിനോടൊപ്പം റസിയ കുനിഞ്ഞ് ഒരു ഉമ്മയുടെ ആകുലതയോടെ കുഞ്ഞിനെ വാരിയെടുത്തിരുന്നു. മോളൂട്ടിയുടെ നെറ്റിയിൽ ചെറിയ മുറിവിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറ്റി ഒഴിയുമ്പോൾ അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ച് പിടിച്ച് ആർത്ത് കരയുകയാണ് കുഞ്ഞ്. മോളൂട്ടി, കണ്ണ് തുറക്കും മോളെ, എന്താ പറ്റിയത്? അവൾ ആദിയോടെ കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും മിഴിയൊടിച്ചു. കുഞ്ഞ് ഓടി വന്ന് ബൈക്കിന് മുന്നിലേക്ക് വട്ടം ചാടിയതാണിത്ത. പടച്ചോണ്ട് കാവലുള്ളതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടി. ഭാഗ്യം കൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല. അത് പറയുമ്പോൾ ബൈക്കിലിരിക്കുന്ന പയ്യൻ്റെ മുഖത്തും ആശ്വാസം ഉണ്ടായിരുന്നു. കരയിലെ മോളെ, സാരില്ല, മേമി വന്നില്ലേടാ. റസിയ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. എൻ്റെ ഇവിടേക്ക് വാവുമായി മാമി. ഏങ്ങലടിയോടെ പറയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് അലിവും വാത്സല്യവും തോന്നിപ്പോയി. മോളൂട്ടി മാൽമുട്ടിലെ മുറിവ് റസിയെ കാണിച്ചു. റോഡിൽ കാലിരിഞ്ഞ് ചെറുതായി തൊലി പോയിട്ടുണ്ട്. മേമി, ബാബുവിൽ മരുന്ന് വെച്ച് തരുമോ? മേമി, ബാബുവിൽ മരുന്ന് വെച്ച് തരാട്ടോ. നല്ല മോളൂട്ടിയല്ലേ? മേമിയുടെ കുഞ്ഞ് കരയല്ലേ? റസിയ എത്ര സ്നേഹത്തോടെയാണ് അവളുടെ കാല് പിടിച്ച് മുറിവിലേക്ക് മൃദുവായി ഊരിക്കൊടുക്കുന്നത്. മോളൂട്ടി കരച്ചിൽ നിർത്തി റസിയെ നോക്കി. ഇത്ത, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പൊയ്ക്കോട്ടെ? ബൈക്കുകാരൻ അവളെ നോക്കി ചോദിച്ചു. റസിയെ പൊയ്ക്കൊള്ളാൻ തല കൊണ്ട് കാണിച്ചതും അവിടെ നിന്ന് അവൻ പോയി. മോളെ നിന്നെ റോഡിലേക്ക് ഓടിക്കയറിയത്? മോളൂട്ടിയെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടക്കുന്നേരം റസിയ ചോദിച്ചു. ഞാനേ മേമിയെ കാണാൻ വന്നതാ. ഇവിടെ കളിക്കാൻ എനിക്ക് ആരും കൂട്ടില്ല. അതോടാണ് ഞാൻ മേമിയെ കണ്ടപ്പോൾ ഓടി വന്നത്. അവൾ കുഞ്ഞിച്ചുണ്ട് പിളർത്തി പറയുന്നത് കേട്ടതും റസിയ അവളുടെ കവിളിൽ അമർത്തിയൊരു മുത്തം നൽകിയിരുന്നു. ഇനി ആരോടും പറയാതെ മോള് ഓടി വരണ്ടാട്ടോ. ആ ബൈക്കിപ്പോൾ മോളൂട്ടിനെ ഇടിച്ചിട്ടുണ്ടെങ്കിലോ? പഠിച്ചോൻ കാത്തതാണിപ്പോൾ. റസിയ അവളെ സ്നേഹത്തോടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ബൈക്ക് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോകാലോ. എൻ്റെ ഉമ്മച്ചി അവിടെയാണെന്ന് അറിയാം മേമിക്ക്, സ്വർഗത്തിലാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാനും എൻ്റെ അബ്ബയും കൂടി ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോകും. കൊഞ്ചിലൂടെ പറയുന്ന കുഞ്ഞിനെ കൗതുകത്തോടെ നോക്കുമ്പോൾ അവളുടെ നെഞ്ചിലും ഒരു ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു. മോളൂട്ടി ഇപ്പോൾ എങ്ങോട്ട് പോകണ്ട കേട്ടോ. സ്വർഗത്തിലേക്ക് നമുക്ക് പിന്നെ പോവാം. മോളൂട്ടി പോയാൽ പിന്നെ മേമിക്ക് ആരാണ്? മേമിക്ക് വിഷമം വരൂലേ? മോളൂട്ടി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ മേമിനെയും വിളിക്കണം കേട്ടോ. മോളൂട്ടിയുടെ ഉമ്മച്ചിനെ കാണാൻ ഈ മേമിയും കൂടെ വരും. എന്നെ കൊണ്ട് പോവൂലേ? അവളുടെ കുഞ്ഞിക്കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു റസിയ. ഞാൻ അബ്ബായോട് പറയാട്ടോ. മോളൂട്ടി പറഞ്ഞതും റസിയയുടെ കവിള് പരിഭവം വന്നതുപോലെ വീർത്തുന്തി. അപ്പോൾ അബ്ബ സമ്മതിച്ചില്ലെങ്കിലോ? അവളുടെ കള്ളപ്പരിഭവം കൊണ്ട് മോളൂട്ടി താഴയിൽ കൈവിരൽ വെച്ച് കാര്യമായി ആലോചിച്ചു. അബ്ബ സമ്മതിച്ചില്ലെങ്കിൽ മേമിയെ ഞാൻ എൻ്റെ ബാഗിനകത്ത് കയറ്റി അബ്ബയെ കാണാതെ കൊണ്ടുപോവല്ലോ. അവൾ തലകുലുക്കി പൊട്ടിച്ചിരിച്ചതും റസിയയും അറിയാതെ ചിരിച്ചുപോയി. അവൾ അകത്തേക്ക് വന്ന് കുഞ്ഞിൻ്റെ കാൽമുട്ടിലെ മുറിവിൽ മരുന്നിട്ട് കൊടുത്തു. അപ്പോഴേക്കും നബീസുമ്മയും അങ്ങോട്ട് വന്നു. ഷിബിലിയുടെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ സിന്നു മുറ്റത്ത് ആരോടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. സാധാരണ ഈ സമയത്ത് അവൻ വീട്ടിലേക്ക് വരാറില്ല. മോളൂട്ടിയെ ഉമ്മറത്തൊന്നും കാണാത്തത് കൊണ്ട് ഷിബിലി ഹോൺ നീട്ടിയടിച്ചു. ആ ശബ്ദം കേട്ടാൽ തൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെങ്കിലും പറന്നു വരുമെന്ന് അവനറിയാം. പക്ഷേ അവൻ പ്രതീക്ഷിച്ചത് പോലെ മോളൂട്ടിയെ കണ്ടില്ല. മോളൂട്ടി എവിടെ? കുഞ്ഞിനെ തിരക്കിക്കൊണ്ടാണ് അവൻ കാറിൽ നിന്നും ഇറങ്ങിയത്. കുഞ്ഞിതാ ഇവിടെയുണ്ടല്ലോ.
പുറകിലേക്ക് ചൂണ്ടിയ സിന്നു മോളൂട്ടിയെ കാണാതെ പകച്ചുപോയി. പെട്ടെന്ന് അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നു. അവൾ ഫോൺ താഴ്ത്തി പരിഭ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അവളെ നോക്കി നിന്ന ഷിബിലിയുടെ നെറ്റി ചുളിഞ്ഞു. മോളൂട്ടി എവിടെയാണെന്നാ നീ പറഞ്ഞത്? ചുറ്റിലും നോക്കി അവൻ ഒന്നുകൂടെ ചോദിച്ചു. അവള് എൻ്റെ കൂടെ മുറ്റത്തുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഫോൺ ചെയ്യുന്ന സമയം അകത്തേക്ക് കയറിപ്പോയോ എന്ന് അറിയില്ല. അവൾ ഒരു പതർച്ചയോടെ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചുവക്കുന്നതും ആ കണ്ണുകളിൽ ദേഷ്യം നിറയുന്നതും അവൾ കണ്ടു. ഉമ്മ! ഉറക്കെ വിളിച്ചുകൊണ്ട് ഷിബിലി അകത്തേക്ക് കയറി. എൻ്റെ കുഞ്ഞെവിടെ? മോളൂട്ടി എവിടെയാണെന്ന്? നിമിഷനേരം കൊണ്ട് അവൻ്റെ മിഴികളിൽ ആ വീടിനടുക്കത്തുകൂടെ പാഞ്ഞു. കുഞ്ഞിനെ ഞാൻ സിന്നുവിന് നോക്കി ഏൽപ്പിച്ചിട്ടാണല്ലോ അടുക്കളയിലേക്ക് പോയത്. പിന്നെ എവിടെ പോയി? ബഹളം കേട്ട് ഓടി വന്ന സാബിറ സിന്നുവിനെ നോക്കിയതും അവൾ മുഖം കുനിച്ചു കളഞ്ഞു. അവൾ എവിടെ പോകാനേ? ഇതിനകത്ത് ഉണ്ടാവുമെന്നേ. നിങ്ങളൊന്ന് കൂടെ നോക്ക്. ഐഷുമ്മ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മോളൂട്ടി, അബ്ബാൻ്റെ പൊന്നുമോളെ എവിടെ? ഇടറുന്ന ശബ്ദത്തിൽ ചങ്കുപൊട്ടി അവൻ വിളിച്ചു. ആ വീട്ടിലെ ഓരോ മുറിയും അവൻ എത്ര വേഗത്തിലാണ് അരിച്ചു പെറുക്കിയത്. ഒടുവിൽ തളർച്ചയോടെ അവൻ സെറ്റിയിലേക്ക് ഇരുന്നു പോയി. ഉമ്മ, എൻ്റെ കുഞ്ഞിവിടെ. നിങ്ങൾക്ക് അവളെ നോക്കാനൊന്നു വയ്യേ? അവൻ അലറിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു. ഷിബിലിക്ക് ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. നീയൊക്കെ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തടേ? അവൻ സിന്നുവിന് നേരെ ഒച്ചയിട്ടു. സിന്നു പേടിച്ച് വിറച്ച് സാബിറയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു. മോളൂട്ടി, ഉപ്പാൻ്റെ പൊന്നുമോളെ, നീ എവിടെയാ? ഷിബിലിയുടെ ഇടർച്ചയോടുള്ള ശബ്ദം ആ വീട്ടിൽ ആകെ പ്രതിധ്വനിച്ചു. കണ്ടു നിൽക്കുന്നവരുടെയെല്ലാം കൽബ് ഉലഞ്ഞു പോയിരുന്നു ആ കാഴ്ച കണ്ട്. ഉമ്മ, ഞാനേ മോളൂട്ടിയെ അവളെ വീട്ടിൽ ആക്കിയിട്ട് വന്നോട്ടെ? റസിയ നബീസമ്മയോട് അനുവാദം ചോദിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. വേഗം ഇങ്ങ് വന്നേക്കണം. നിസാമിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. നീ ഈ വീടിൻ്റെ പുറത്തിറങ്ങരുതാണ് അവൻ്റെ കൽപ്പന. ആരെങ്കിലും നിൻ്റെ രണ്ടാം വിവാഹമാണെന്ന് ഇതെന്ന് അറിഞ്ഞാൽ. ബാക്കി പറയാതെ നബീസമ്മ നിർത്തി. രണ്ടാം കെട്ടുകാരിയാണെന്ന് അറിഞ്ഞാൽ നിസാമിന് നാണക്കേടാണെന്നും അവൻ നിന്നെ ഉപേക്ഷിക്കുമെന്നും അവളുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയാതെ നബീസമ്മ നിന്നു. ഞാൻ വേഗം വന്നോളാം അമ്മ. നിസാമിക്ക വരും മുന്നേ ഞാനിങ്ങ് എത്തിക്കോളാം. റസിയ പറഞ്ഞതും മനസ്സില്ലെങ്കിലും അവരെ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. റസിയ കുഞ്ഞിനെയും കൊണ്ട് ഷിബിലിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മറത്തൊന്നും ആരെയും കണ്ടില്ല. വലിയൊരു മഴ പെയ്ത് തോർന്നതുപോലെ നിശബ്ദതയായിരുന്നു അവിടെ. ഹാളിലെ സോഫയിൽ നെറ്റിയിൽ വിരലമർത്തിയിരിക്കുന്ന ഷിബിലയെ കണ്ടതും മോളൂട്ടി അബ്ബ എന്ന് വിളിച്ചു. റസിയുടെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി ഓടി. മോളൂട്ടിയെ കണ്ടതും ഷിബിലിയുടെ ചുവന്നു പോയ മുഖം പെട്ടെന്ന് വിടർന്നു. നീ എവിടെയായിരുന്നു മോളെ? വേദനയോടെ ചോദിച്ചവൻ അവരുടെ അടുത്തേക്ക് വന്നു. റസിയമ്മയുടെ കൂടെയായിരുന്നു ഞാൻ. മോളൂട്ടി ചിരിയോടെ പറഞ്ഞതും ഷിബിലി റസിയെ നോക്കി. അവൻ്റെ മിഴികളിൽ കോപം തെളിച്ചു. കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിലേ ഇവിടെ പറഞ്ഞിട്ട് പോകണം. ബാക്കിയുള്ളവരെ തീറ്റിച്ചപ്പോൾ നിനക്ക് സമാധാനമായി കാണല്ലോ. നിന്നെയൊക്കെ മുഖം അടിച്ചൊന്ന് പൊട്ടിക്കുകയാണ് വേണത്. ഷിബിലി കുടഞ്ഞിട്ട മുറിച്ചുള്ള വാക്കുകളുടെ അർത്ഥം അറിയാതെ തരിച്ചുപോയി നിന്നു റസിയ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.